ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 36 ഇഞ്ച് സൈസ് കുർത്തി സ്ലീവ്ലെസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുകൊണ്ട് ഞാൻ സാറ്റൻ സിൽക്കാണ് ഈ തുണി. നമ്മൾ 6.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തേക്കുന്നത്. രണ്ടായിട്ട് നമുക്ക് നല്ല വശം അകത്ത് പോകുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ഒരു പിന്ന് കുത്തണം കേട്ടോ, അല്ലെങ്കിൽ തുണി തെന്നി മാറും. നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തേക്കുന്നത്. കണ്ടോ, കറക്റ്റ് 6.5 ഇഞ്ചാണ് ഷോൾഡർ. അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി അളന്നെടുക്കുക, കറക്റ്റ് അളവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് 6.5 ഇഞ്ച് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 6.5 ഇഞ്ചാണ് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് കണ്ട് ഒന്നും കൂടെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ചെയ്യാം. നമ്മുടെ കഴുത്തിൻ്റെ അകലമുണ്ടല്ലോ, കഴുത്തിൻ്റെ ഷോൾഡർ എടുത്തത് അതേ അകലം തന്നെയാണോ എന്നുള്ളത് അതൊന്നും കൂടെ ഒന്ന് നോക്കുക. അതാണ്ട് ഇനി നമുക്ക് 36 ഇഞ്ചാണ് ചുറ്റുവണ്ണം ഉള്ളത്, നെഞ്ചുവണ്ണം. അതിൻ്റെ പകുതി 18 ഇഞ്ച്, അതിൻ്റെ പകുതി 9 ഇഞ്ച്. 9ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു സ്ക്വയറായിട്ട് നമുക്കൊന്ന് വരയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയതിൻ്റെ പോലെ 1.5 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഈ 1.5 ഇഞ്ച് നമ്മൾ എടുക്കുന്നത് ബാക്ക് പീസിനാണ്. ഫ്രണ്ട് പീസിന് നമ്മൾ 1/2 ഇഞ്ചും കൂടെ കുറച്ചുകൊണ്ടാണ് കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്യുന്നത്. വേണ്ടേ, നമ്മൾ 2 ഇഞ്ചാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. നമ്മൾ ആ കൈക്കുഴി വെട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് താഴ്ത്തിയും കൂടെ നമ്മൾ കൊടുക്കും. ഇതേപോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് അവിടുന്ന് മുകളിൽ നിന്ന് 1.5 ഇഞ്ച് താഴോട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ആ കൈക്കുഴി കയറ്റി വെട്ടുന്നത്. ആ താഴെ നമ്മൾ 1/2 ഇഞ്ച് നമുക്ക് താഴ്ചയിലും വെട്ടിക്കളയണം. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം 6.5 ഇഞ്ച്, ഷോൾഡർ നമുക്ക് അതും 6.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് 6 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ അകലം. അത് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പാണ്. ഷേപ്പ് വണ്ണം നമ്മൾ എടുക്കുന്ന മുകളിൽ നിന്ന് 12 ഇഞ്ച് താഴ്ചയിലാണ് ഷേപ്പ് വണ്ണം എടുത്തത്. അതിന് വണ്ണം നമുക്ക് വരുന്നത് 8 ഇഞ്ചാണ്. നമുക്ക് 1 ഇഞ്ച് കുറച്ചുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. മുകളിൽ നിന്ന് ഇനി അടുത്ത താഴെ നമ്മുടെ ഇളിവണ്ണം നമുക്ക് 20 ഇഞ്ചിന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയാണ് നമ്മൾ ഇളിവണ്ണം എടുക്കുന്നത് 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്താണ്ട് അടിഭാഗത്ത് നമ്മൾ ബോട്ടം, അതായത് അടിഭാഗത്തുള്ള റൗണ്ട് നമ്മൾ കൊടുത്തേക്കുന്നത് 12.5 ഇഞ്ചാണ്. ഇനി നമുക്ക് അവിടുന്ന് മുകളിലോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ട്, നമ്മുടെ ഇളിവെണ്ണത്തിൻ്റെ അവിടെ വന്നപ്പം ഷേപ്പ് ഭാഗം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം. കൈക്കുഴിയുടെ ഇപ്പം നിർത്തിയ ഭാഗം നമ്മൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ, അളവിൽ നിന്ന് എടുത്തതിന് ശേഷം. എന്നാലേ നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് ഷേപ്പിന് നമ്മുടെ അടിഭാഗം ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആ ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കയറ്റി വെട്ടണം. ഇത് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെ ഞാനിപ്പോൾ ഇട്ട് പിന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 ഇഞ്ച് കയറ്റി വെട്ടാം. ഇപ്പം ഞാൻ ആ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി നമുക്ക് എക്സ്ട്രാ വീണ്ടും ഇടേണ്ടി വരും. എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തിൽ നിന്ന്, ഫ്രണ്ടിൻ്റെ നല്ല പീസിൽ നിന്ന് ഞാൻ ബാക്ക് പീസ് 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണേ. ഫ്രണ്ട് പീസിനേക്കായാലും ബാക്ക് പീസിന് ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഷേപ്പ് സിബ് കൊടുക്കുന്നുണ്ട്, സിബിൻ്റെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആ ഇളിവണ്ണം വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു അളവിന് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഞാനത് പ്രത്യേകം കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇളിവണ്ണം വന്നപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ഒരേപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് പിന്നെ
താഴെ എക്സ്ട്രാ നമ്മുടെ ഇളിവണ്ണം കറക്റ്റ് വരുന്ന ഭാഗമാണ് ഞാൻ ആ മാർക്ക് ചെയ്ത് വന്നേക്കുന്ന ഭാഗം. നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് വരെ താഴ്ത്തിയേ സിബിന് 2 ഇഞ്ചും കൂടെ ഇറക്കത്തിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത്രയ്ക്കും സിബ് അതേപോലെ തന്നെ വലിയ സിബാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇനി അടിഭാഗത്തെ നല്ല പീസ് നമ്മൾ തയ്ച്ച് വരുമ്പം നമുക്ക് 1/2 ഇഞ്ച് മുകൾ ഭാഗം നമ്മൾ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, ആ സെൻറ്റർ ഭാഗം. പിന്നെ സൈഡ് ഭാഗം നമ്മൾ 1/2 ഇഞ്ച് വെച്ചുകൊണ്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ വരച്ച രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കന്നേരം കറക്റ്റായിട്ട് കണ്ടല്ലോ. 1 ഇഞ്ച് 1.5 ഇഞ്ച് അതിൽ 1/2 ഇഞ്ച് ബാക്കിന്, ഫ്രണ്ടിന് 1/2 ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ചിന് ക്രോസ് പീസ് കട്ട് ചെയ്യാം. സ്ലീവിൽ ആ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെ. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ കട്ടിങ്ങും അടുത്ത വീഡിയോയിൽ കാണാം, സ്റ്റിച്ചിങ്ങും കൂടെ കേട്ടോ. ബായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും.